കാരണം കഴിഞ്ഞ 16-ാം തീയതിയാണ് ഞാൻ അഡ്മിറ്റ് ആയത്. 17-ാം തീയതി ആയിരുന്നു എൻ്റെ സർജറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് 17-ാം തീയതിയാണ്. ഇന്ന് കറക്റ്റ് ഒരു മാസമായി എൻ്റെ സർജറി കഴിഞ്ഞിട്ട്. 45 ദിവസം റെസ്റ്റ് പറഞ്ഞു. പക്ഷേ ഏകദേശം ഓക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ ആ വീഡിയോ കണ്ടില്ലേ ബ്രോ? ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പലരും പല രീതിയിലാണ് പറഞ്ഞത്. ചിലർ ഡൗൺ സർജറിയാണ്, ചിലർ മറ്റെന്തെങ്കിലും സർജറി ആയിരിക്കും. അതിനെ ചൊല്ലി പല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ സർജറി ചെയ്ത ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഞാനും കേൾക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ജാസ്തി ചെയ്ത സർജറി ഏതാണെന്നുള്ള പറഞ്ഞാൽ ചെയ്യുന്ന പ്രശ്നങ്ങളല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ നമ്മളെ ശരീരത്തിൽ നമ്മൾ സർജറി ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അതങ്ങനെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ സർജറി ചെയ്തു, ഞാനൊരു പെണ്ണായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെല്ലാവരും കൂടിയിട്ട് ഞാൻ ഒരു പെണ്ണായി എന്നാക്കി മാറ്റി. കുറേ എന്തൊക്കെ വിവാദങ്ങൾ, ഞാനത് ഒന്നും ബോദർ ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിലൂടെ പങ്കുവെച്ചത്. ഞാനിങ്ങനെ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന്. അത് ഇപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്ത് സർജറി ചെയ്തു അല്ലെങ്കിൽ ഞാൻ എന്ത് സർജറി ചെയ്തതെന്ന് പറയേണ്ട ഒരു വ്യക്തമാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനത് ഇപ്പോഴും റിവീൽ ചെയ്യാത്തത് എന്ത് സർജറി ചെയ്തതെന്നുള്ളത്. ഓട്ടോമാറ്റിക് എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കൊക്കെ അറിയാം ഞാൻ എന്ത് സർജറി ചെയ്തെന്നുള്ളത്. പിന്നെ അത് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ അറിയിച്ചു കൊടുത്താലും അതിനും കുറേ ആൾക്കാർ വിവാദമായിട്ട് വരും. എന്തിനാ വെറുതെ